ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ കാലിക്കറ്റ് പോയിട്ട് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇൻഷുർ ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം അവരെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അവർക്ക് തന്നെ അറിയുന്നത് ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഇങ്ങനെ ഇൻഷുർ ചെയ്യാൻ പറ്റും. അവരൊക്കെ ഓടി എടുക്കും ബാങ്കിൽ നിന്ന്. ആ ഓടിക്കുള്ള ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻഷുറൻസ് എടുക്കുക. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇൻഷുർ ചെയ്യാൻ പോകുമ്പം നമ്മളടുത്ത് ഐറ്റം വേർതിരിച്ച് മെഷീനറി മുതൽ കംപ്ലീറ്റ് സാധനം ഇൻഷുർ ചെയ്യണം. മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ എന്തെല്ലാം ഉണ്ടാവും? മെഷീനറീസ് ഉണ്ടാവും, റോ മെറ്റീരിയൽസ് ഉണ്ടാവും, അതെ, പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടാവും, പിന്നെ AC, ഫാന്, ലൈറ്റുകള്, ഫർണിച്ചർ, അങ്ങനെ എല്ലാം ഉണ്ടാവും. ശരിക്കും നമ്മൾ ഇൻഷുർ ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വേണം ഇൻഷുറൻസ് ചെയ്യാൻ. എല്ലാം കൂടിയിട്ട് അതായത് A-Z കംപ്ലീറ്റ് ഇൻഷുർ ചെയ്യണം. അതിനുള്ളിലെ ഒരു ബൾബ് വരെ ചെയ്യണം. ബൾബ് വരെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ തീ പിടിക്കുകയെ അല്ലെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നാച്ചുറൽ കലാമിറ്റീസ് വരികയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു സ്പേസ് മാത്രമേ നശിച്ചുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈ റൂം മാത്രമേ പോയുള്ളൂ. അപ്പൊ ഈ റൂമിനുള്ളിൽ ഇത്ര സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ നമ്മൾ പറയുക. അത് ഇൻഷുറൻസ് കമ്പനിക്കും കൂടെ അറിയണ്ടേ? അതിനാണ് നമ്മളിത് സെപ്പറേറ്റ് എല്ലാം എഴുതി ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഏകദേശം ഒരു 2 കോടിന്റെ ഇൻഷുറൊക്കെ ചെയ്യാൻ 2 കോടിയൊക്കെ ചെയ്യാൻ എനിക്കൊരു റിസ്കിനനുസരിച്ചാണ്. ഹൈ റിസ്ക് ഉള്ളതാണെങ്കിൽ പോലും എനിക്കൊരു 25 രൂപ 25,000 രൂപ ഒക്കെ ഹൈ റിസ്ക് ആണെങ്കിൽ വരുള്ളൂ. ഇപ്പൊ റിസ്ക് കുറയുന്നതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു 2 കോടിക്കൊക്കെ ഒരു 10,000 രൂപ 15,000 രൂപയൊക്കെ 2 കോടിക്കാണ് കേട്ടോ പ്രീമിയം വരുന്നുള്ളൂ. 2 കോടിക്ക് 10,000 രൂപ ഇൻഷുറൻസ് ആവറേജ് വരുന്നുള്ളൂ റിസ്ക് കുറഞ്ഞ കാറ്റഗറി പെട്ടതാണെങ്കിൽ. ഹൈ റിസ്ക് ഉള്ളതാണെങ്കിൽ റിസ്കിനനുസരിച്ച് മാറും. എന്നാലും ഒരു 2 കോടിക്ക് 20-25,000 രൂപയാവുന്നുള്ളൂ ഏകദേശം, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇൻഷുറൻസ് ചെയ്ത് വെച്ചൂടെ? അതെ അതെ.